യൂട്യൂബിൽ ചെയ്യുകയാണെങ്കിൽ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യണം, മസ്റ്റാണ്. ആദ്യമായിട്ട് യൂട്യൂബിനെ പറ്റി ചിന്തിക്കുന്നത് കൊറോണ സമയത്താണ്. കാരണം യൂട്യൂബ് ആ സമയത്താണ് കുറച്ച് ഫേമസ് ആയത്. ഫേമസ് ആയി എന്ന് പറഞ്ഞാൽ നമ്മൾ വീഡിയോ ചെയ്തിട്ട് കഴിഞ്ഞാൽ യൂട്യൂബ് നമുക്ക് പൈസ തരും, അങ്ങനെയാണ് കേൾക്കുന്നത്. എന്തോ തട്ടിപ്പാന്നാട്ടോ ആദ്യം വിചാരിച്ച്. അവർക്ക് എന്താ അതിൽ ലാഭം എന്നാണ് ചിന്തിക്കുന്നത്. പക്ഷെ ആൾക്കാർ സ്കില്ല് ഷോക്കേസ് ചെയ്യാൻ വേണ്ടി യൂട്യൂബ് ഒരു പ്ലാറ്റ്ഫോമായിട്ട് ഉപയോഗിക്കുന്നു കണ്ടപ്പോൾ ഒരു താല്പര്യം തോന്നി. അതിൻ്റെ പ്രധാന കാരണം ടിക്ടോക്ക് ആക്റ്റീവ് ആയിരുന്ന സമയത്ത് ഞാൻ അതിൽ ആക്റ്റീവ് ആയിരുന്നില്ല. ഞാൻ ആക്റ്റീവായി തുടങ്ങി റീച്ച് വരാൻ തുടങ്ങിയപ്പോൾ ടിക്ടോക്ക് ബാൻ ചെയ്തു. അതിൻ്റെ ഒരു വിഷമം എൻ്റെ ഉള്ളിൽ കിടപ്പുണ്ടായിരുന്നു. നമ്മൾ ചെറുതായിട്ട് ഡാൻസ് കളിക്കും, കുറച്ച് ആക്ടിങ് അറിയാം, പിന്നെ അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള പെയിന്റിങ് ചെയ്യും, ആങ്കറിങ് ചെയ്യാറുണ്ട്, അത്യാവശ്യം സംസാരിക്കാൻ അറിയാം. എന്ത് ചെയ്യും എന്നുള്ളത് കൺഫ്യൂഷൻ ആയിരുന്നു. അതുകൊണ്ട് അങ്ങനെ അൾട്ടിമേറ്റ് ടാലൻ്റ് ഒന്നും ഇല്ലെങ്കിലും കുഞ്ഞു കുഞ്ഞു പരിപാടികളൊക്കെ അറിയുന്ന ഒരാളായിരുന്നു. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ റാൻഡമായിട്ട് ഇങ്ങനെ ഞാൻ പല സമയത്തായിട്ട് ഇങ്ങനെ ചിന്തിച്ച് ആക്ടിങ് ചെയ്യാം. ചെറിയ ചെറിയ ഷോർട്ട് സ്റ്റോറീസ് ഉണ്ടാക്കിയിട്ട് അതിൽ നമ്മൾ ഫ്രണ്ട്സൊക്കെ കൂടെ ചേർന്ന് ആക്ട് ചെയ്ത് ചെറിയ എപ്പിസോഡായിട്ടോ അല്ലെങ്കിൽ ചെറിയ വീഡിയോസ് സെപ്പറേറ്റ് ആയിട്ടോ ഒക്കെ ഇടാമെന്നൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്തു. അപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ യെസ് പറയാൻ സാധ്യതയുള്ള 2 പേരെ ആദ്യം വിളിച്ചു. ഒന്നാമത്തെ ആളെ വിളിച്ചു. ആൾ ഭയങ്കര പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്തു. നമുക്ക് ചെയ്യാം, നീ പ്ലാൻ ചെയ്യ്, ഞാൻ കൂടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. ഓക്കെ റെഡി. രണ്ടാമത്തെ ആളെ വിളിച്ചു. ആദ്യത്തെ ആളെ ആക്ടിങ്ങിനാണ് വിളിച്ചതെങ്കിൽ രണ്ടാമത്തെ ആളെ എഡിറ്റിങ്ങിനാണ് വിളിക്കുന്നത്. വീഡിയോസ് ഇങ്ങനെ എത്തിച്ചു തരും, നീ കറക്റ്റ് സമയത്ത് എഡിറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോൾ ആൾ പറഞ്ഞു, എനിക്ക് വേറെയും വർക്കുകൾ വരാറുണ്ട്, പക്ഷെ ഞാൻ സമയത്തൊന്നും ചെയ്യാറില്ല, കറക്റ്റ് സമയത്ത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല പറഞ്ഞു. ഞാൻ പറഞ്ഞു അതൊന്നും പറ്റില്ല, യൂട്യൂബിൽ ചെയ്യുകയാണെങ്കിൽ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യണം, മസ്റ്റാണ്. അത് കേട്ടപ്പോൾ ആൾ പറഞ്ഞു, അങ്ങനെയാണ് നീ വേറെ ആളെ നോക്കിക്കോ, എനിക്ക് ബുദ്ധിമുട്ടാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഇതിനെപ്പറ്റി ഒരു തവണയും കൂടെ ഞങ്ങൾ 3 പേരും ഇരുന്ന് സംസാരിച്ചു. പോസിബിലിറ്റീസും പ്രശ്നങ്ങളും ഒക്കെ സംസാരിച്ചു. പിന്നെ ഇന്നേ വരെ ഈ വിഷയത്തെപ്പറ്റി ഞങ്ങൾ 3 പേരും സംസാരിച്ചിട്ടില്ല. ചില റീൽസിലൊക്കെ നോ പറയുന്നതിന് വേറെ പല വാക്കുകൾ പറയുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ. അതുപോലെ നോ പറയുന്നതിന് പകരമാണ് ആദ്യത്തെ ഫ്രണ്ട് നോക്കാൻ പറഞ്ഞതെന്ന് പിന്നീട് ആലോചിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി. പിന്നെ ജീവിതമല്ലേ, എല്ലാവർക്കും ഓരോ തിരക്കുകളായിരുന്നു. പിന്നെ ഞങ്ങൾ അതിനെപ്പറ്റി സംസാരിച്ചില്ല. രണ്ടാമത് യൂട്യൂബിനെ പറ്റി ചിന്തിക്കുന്നത് എൻ്റെ ഒരു സീനിയർ പറയുമ്പോഴാണ്. ഇങ്ങനെ റാൻഡമായിട്ട് ചാറ്റ് ചെയ്യുന്ന കൂട്ടത്തിൽ എൻ്റെ അടുത്ത് പറഞ്ഞു, നമുക്കിങ്ങനെ സ്ഥലങ്ങളൊക്കെ കാണാൻ പോയി, ഫുഡൊക്കെ കഴിച്ച് അതൊക്കെ വ്ളോഗ് ചെയ്ത് യൂട്യൂബിൽ ഇട്ടാലോ, നീ റെഡിയാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കൊള്ളാം, നമുക്ക് ചെയ്യാം, റെഡിയാണ്. ആളേതോ വഴിക്ക് പോയി, ഞാൻ ഈ വഴിക്കും പോന്നു. 3ാമത്തെ പ്രാവശ്യം ഞാൻ യൂട്യൂബിനെ പറ്റി ചിന്തിച്ചതാണ് ഇന്നിപ്പോൾ കാണുന്ന എൻ്റെ ചാനൽ. ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ മൂന്നാർ വരെ ട്രിപ്പ് പോകാൻ പ്ലാൻ ചെയ്തു. പോകുന്നതിന് മുമ്പ് ഞാൻ ഇവരുടെ അടുത്ത് ഇങ്ങനെ വെറുതെ പറഞ്ഞാണ്, നമുക്കിത് വ്ളോഗ് ചെയ്താലോ, രസമായിരിക്കില്ലേ, ഓർമ്മയായിരിക്കില്ലേ എന്നൊക്കെ. അവർ റെഡി എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ മൂന്നാറിലെത്തി ഓരോ സ്ഥലത്തായിട്ട് പോകാൻ തുടങ്ങി. അതൊക്കെ ഷൂട്ട് ചെയ്തെടുത്തു. ഈ സമയത്തും ചാനലിനൊരു പേരോ ഏത് ദിവസം അപ്ലോഡ് ചെയ്യണമെന്ന പ്ലാനോ അങ്ങനെ ഒരു പ്ലാനും ഉണ്ടായിരുന്നില്ല. ഒരു മാർച്ച് 31 ഞാൻ ഫസ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അന്ന് തൊട്ട് ഇന്ന് വരെയുള്ള യൂട്യൂബ് ജേർണിയിൽ അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതൊക്കെ ഞാൻ ഈ സീരീസിൽ പറഞ്ഞു തരാം കേട്ടോ.